ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 31-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 31-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും അധിക ദൂരമില്ല നമ്മുടെ യാത്രകൾ അവസാനിക്കുവാൻ. ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ യാത്രകളായിരിക്കണം ഇനിയുള്ളതായ നമ്മുടെ യാത്രകൾ. ആ യാത്രകൾ വളരെ എളുപ്പമുള്ള യാത്രകളല്ല. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നാം യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. Gospel according to Saint John chapter 15 verse 1 through 10. ഈ വേദഭാഗത്തിൽ യേശു കർത്താവ് വളരെ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും ഉപമ. അവിടെ യേശു കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരു കൊമ്പ് വള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമേ അത് ജീവിച്ചിരിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യൂ. വള്ളിയിൽ നിന്ന് വേർപെട്ടാൽ അത് ഉണങ്ങിപ്പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. ക്രിസ്തുവിനോടുള്ള ബന്ധം ഇല്ലാതെ നമ്മുടെ ആത്മാവിന് യഥാർത്ഥ ജീവൻ ഇല്ല. യേശു വീണ്ടും വീണ്ടും ഒരു വാക്കാണ് പറയുന്നത്, എന്നും എന്നിൽ നിലനിൽപ്പിൻ. നിലനിൽക്കുക എന്നത് പ്രാർത്ഥനയിൽ സ്ഥിരത, ദൈവവചനത്തിൽ ജീവിക്കുക, സ്നേഹത്തിലും അനുസരണയിലും നടക്കുക എന്നിവയെ അർത്ഥമാക്കുന്നു. ഈ വലിയ നോമ്പ് നമ്മെ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനായിട്ട് വിളിക്കുകയാണ്. നാം അവനിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായും ഫലം കായ്ക്കും. സ്നേഹവും സമാധാനവും ക്ഷമയും കരുണയും ഫലം കായ്ക്കുന്നതായ കൊമ്പുകളെ പിതാവ് കൂടുതൽ ശുദ്ധീകരിക്കുന്നു. അതിലൂടെ കൂടുതൽ ഫലമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് ചിലപ്പോൾ വേദനാജനകമായ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ശുദ്ധീകരണം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കാണ്. നമ്മോട് തന്നെ ഇന്ന് നമുക്ക് ചോദിക്കാം, ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടോ? ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് ഫലപ്രദമായ ആത്മീയ ജീവിതം. ക്രിസ്തുവിനോട് ചേർന്ന ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്തുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്നിൽ സ്ഥിരമായി നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതം നിൻ്റെ കൃപയാൽ ഫലം കായ്ക്കട്ടെ. നിൻ്റെ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുന്ന ഹൃദയം എനിക്ക് നീ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.